ഫസ്റ്റ് കഥ എന്റെ കഥ നല്ല ഭംഗിയല്ലേ കാണാൻ. എന്റെ അത്രയില്ല. എന്റെ കഥ പിന്നെ ഒന്ന് താഴത്തെ ഇത് ഈ റോബം തൊട്ടോക്കെ അപ്പൊ അറിയാം കഥ എങ്ങനെ ഉണ്ടെന്ന്. എന്ത് പോരത് വലിപ്പല്ലേ ഇത്. ഞാൻ പണ്ട് മുതലേ എനിക്ക് ഭയങ്കര സുഖമാണ്, ഇപ്പോഴും ഭയങ്കര സുഖം. ഞാൻ പണ്ട് പോലെ ഇതൊക്കെ എനിക്ക് ശീലമുള്ളൂ. മടുത്തു ഞാൻ മടുത്തു. അല്ല ഇന്നത്തെ രാവിലത്തെ ടാസ്കിനെ കുറിച്ചാണ്. അത് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഞാൻ വിചാരിച്ചു ഈശ്വര നല്ലായിരുന്നല്ലോ, ആള് പെട്ട് നല്ലായിരുന്നല്ലോ. അതെന്നാ അല്ല ഇങ്ങനെ അവിടെ ഇരുന്നൊരു സ്വർണ്ണം എടുത്ത് കറക്കാൻ തുടങ്ങി ഇങ്ങനെ. അപ്പൊ അർജുൻ പറയാണ്, ഞാൻ പറഞ്ഞു എന്ത് പറ്റി ഇരുന്ന് കറക്കിയ പിന്നെ ഭയങ്കര പറഞ്ഞല്ലോ പറഞ്ഞില്ലേ നന്നായിട്ട് കൊടുത്തില്ലേ. എനിക്ക് കാണാൻ പറ്റില്ല, എനിക്കുണ്ടല്ല എനിക്ക് അഭിനയം കാണാൻ പറ്റില്ല. അംഗീകരിക്കാൻ പഠിക്കണോ? കേട്ടില്ല എന്തോ അംഗീകരിക്കാൻ പഠിക്കും. ഞാൻ അംഗീകരിക്കുമല്ലോ, എന്റെ ഒരു ആക്ട് അത് മോശമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അംഗീകരിക്കും. ഞാൻ ചെയ്ത് തെറ്റാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ അംഗീകരിക്കും. എനിക്ക് പേഴ്സണലി തോന്നിയത് പുള്ളിക്കാരി ചെയ്തത് നല്ല രസമുണ്ടായിരുന്നു. അതല്ല കരച്ചില് പുള്ളിക്കാരുടെ അഭിനയത്തെ മനസ്സിലായില്ല, സംഭവം പിടിയിട്ടില്ലല്ലേ? ബിഗ് ബോസിൽ എന്തിനാ വന്നത്? എല്ലാവർക്കും അങ്ങനെ പിടികിട്ടണമെന്നില്ല. അല്ല കുനിഷ്ഠ എപ്പോഴും പിടിച്ച് അടക്കണം എന്നില്ല. കൊനഷ്ട പിടിക്കാനാണ് നമ്മൾ വന്നത് ഇവിടെ. അതെനിക്ക് മനസ്സിലായി. ഇയാളുടെ ആക്ടും നന്നായിരുന്നു. ഞാൻ അത്ര നന്നായിരുന്നു. നന്നായിട്ട് അഭിനയിച്ചു, നന്നായിട്ടാണ് ചെയ്തത്. അല്ലല്ല നമ്മൾ പുള്ളിക്കാരി നമ്മളെ വന്ന് പഠിപ്പിച്ചിട്ടാണ്. നമുക്ക് എന്താ അറിഞ്ഞൂടെ അതല്ല അവരുടെ ഇഷ്ടം, അങ്ങനെയാണ്. അത് അവർക്ക് നിങ്ങൾ ചെയ്തല്ല ശരിയാണ്. അവരുടെ ടൈ എടുത്ത് കെട്ടിക്കൊണ്ടൊന്നും യമനീച്ച് ഉൾപ്പെടെ പറഞ്ഞതാണ് അഭിനയാണെന്ന് പറഞ്ഞു. ആണോ? എനിക്ക് തോന്നിയ കാര്യം എന്താ പറയാ, ഫിസിക് അങ്ങനെയാണല്ലോ വെച്ചാൽ ഗെയിം കളിക്കുന്ന സമയത്തും ഒക്കെ. എനിക്കറിയില്ല, എനിക്ക് മനസ്സിലായില്ല. അതാണ് ആങ്സൈറ്റി ആണ്. അപ്പൊ അല്ല എനിക്കറിയില്ല. ഇപ്പൊ പറഞ്ഞു പുള്ളിക്കാരിക്ക് അഭിനയിക്കാൻ പറ്റും എല്ലാ മൂമെന്റ്. അതായത് ഒരു ഞാൻ ചോദിക്കുന്നത് നമ്മളെല്ലാരും കണ്ടുപിടിച്ചതാണ്. എനിക്കിപ്പോഴും അറിയില്ല. ഞാൻ എപ്പോഴറിയാമോ ആ ഒരു എനിക്ക് തോന്നി വീടായിട്ട് രണ്ടാമത് കളിക്കാൻ വേണ്ടി വിളിച്ചുകൊണ്ട് നിർത്തിയപ്പോ പുള്ളിക്കാരി ആ ഒരു ചേച്ചി മറന്നു വെച്ചല്ലോ. അപ്പൊ ചേച്ചി എന്തിനു മറന്നു വെച്ചു? നടന്ന് പോകുന്ന പുള്ളിക്കാരി ഒരു നീ എന്തോ നടി പറയണം പിടിച്ച് കേട്ടാ. പിന്നെ പുള്ളിക്കാരിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാരും മാനേഴ്സും പുള്ളിക്കാരി ഓൾമോസ്റ്റ് കോപ്പി അടിച്ചിട്ടുണ്ട്. ഇന്ന് ഓളൊന്നും സംസാരിച്ചിട്ടുണ്ടായിരുന്ന പല ആൾക്കാരുടെ മാനേഴ്സത്തിലാണ് പുള്ളിക്കാരി സംസാരിച്ചത്. പുള്ളിക്കാരിയുടെ മാനേഴ്സമേ അല്ല, ഇവിടെയുള്ള 10 മാനേഴ്സത്തിലാണ് പുള്ളിക്കാരി സംസാരിച്ചത്. അതിനിടയിൽ എന്റെ മാനേഴ്സും ഞാൻ മാത്രമാണ് എനിക്ക് തോന്നി നിനക്ക് മനസ്സിലായില്ലെന്ന്. എനിക്ക് ഇഷ്ടപ്പെട്ടു. നമുക്ക് മനസ്സിലായോ? പുള്ളിക്കാരത്തെ അടിപൊളിയായിട്ട് അഭിനയിക്കുന്നു. അതിന്റെ ആക്ടിന്റെ പവറാണ് ഇന്നലെ ഒരു ചെറിയ ചാവിയോടെ വെച്ച് തന്നെ കാണിച്ചതെന്നാണ്. ആ ചായ മിസ്സായപ്പോ കാണിച്ചത്, അത് കഴിഞ്ഞിട്ട് കാണിച്ചത് പ്രോമോ ഒക്കെ ഇടാലോ. പിന്നെ അത് പ്രോമോ സമരം ചെയ്യുന്നു, കരയുന്നു. ഇത്രയും നെഞ്ചി തട്ടിപ്പം എനിക്ക് എന്റെ ക്യാരക്ടർ എന്ന് വെച്ചാൽ എനിക്ക് ഒരു പോടി നെഗറ്റീവ് അടിച്ചു കഴിഞ്ഞാൽ എന്റെ മുഖത്ത് അത് വരെയും ചെയ്യും. ഞാൻ ഇരിക്കും. അത് മാറാൻ കുറെ സമയം എടുക്കും. എനിക്ക് ടക്കന അത് മാറത്തില്ല. ഇപ്പൊ ഇന്ന് രാവിലെ എനിക്ക് കിട്ടിയേണ്ടത് എനിക്ക് ഇതുവരെ മാറിയിട്ടില്ല യഥാർത്ഥത്തിൽ. എനിക്ക് പാലും മുട്ടയും കിട്ടുന്നതാണ്, അത് തന്നില്ല. ഒന്ന് ചോദിച്ചപ്പോ ഞാൻ ഒറ്റയടിക്ക് പറഞ്ഞില്ല, അതൊന്നും തരാൻ പറ്റത്തില്ല. അല്ല അത് ഞാൻ ചായ കുടിക്കുന്നില്ലല്ലോ, എനിക്ക് ഇത് തരാം. ഞാൻ പറഞ്ഞ എനിക്ക് ഇത്ര മതി എന്ന് പറഞ്ഞു. അതിന്ന് ഞാൻ ഈ ഉണ്ടാക്കുന്നതിന് അതിന്ന് എനിക്ക് കോരി തന്നാലും അല്ല, എനിക്ക് ആ പാലിന്റെ ഒരു അംശം കിട്ടിയാലും മതി. ഞാനൊരു മുട്ട അല്ലടോ, നമുക്കിപ്പോ ചായ എണ്ണയിൽ തേയിലെണ്ണയിൽ മുമ്പ് ചായ എന്താണെന്നറിയോ, നമ്മള് വീട്ടിൽ കുടിക്കുന്ന പോലെ 1/2 ഗ്ലാസ് പാല് വേണ്ട, പാല് വേണ്ട, എനിക്ക് അതിന്ന് എടുത്താൽ മതി. മുട്ട മിക്സ് ചക്കലം പാല് നിശ്ചയിച്ചത് ശരിയായില്ല. രാവിലെ മാണത്തിൽ നിന്ന് ഇറങ്ങി പാലും മുട്ടയും കഴിച്ച് തിരിച്ചു. ഞാൻ ഒരു 6:30 മണി പോലെയൊക്കെ വർക്കൗട്ട് 7:30 മണി വരെയൊക്കെ ചെയ്യണം. അപ്പൊ ഞാൻ നല്ല ടയർഡാവും. അപ്പോഴത്തേക്ക് എനിക്ക് അത് പിന്നെ എന്ത് എല്ലാ വർക്കൗട്ട് ചെയ്യും.
ഇങ്ങനെ ഒരു ഒറ്റയടി അടിക്കട്ടെ. എന്റെ കൈ പിന്നെ വെള്ളം വരാൻ കേൾക്കാവോ? ശ്രീതു ഇവന് നിന്നെ ഇഷ്ടാണ്. 3 പ്രാവശ്യം പറഞ്ഞു കൊടുക്കട്ടേടാ. 20% അല്ലേ? പറയട്ടെ ആ ഇതാപ്പം പറയട്ടെ Just go, man. അതൊക്കെ കഴിഞ്ഞു. പറയട്ടെ. വളറിയണ്ട. ഭയം ഉണ്ടോ എനിക്ക്? அந்த பயம் இருக்கணும்டா. என் கையை உடச்சி இத்தனை பேர் துணைக்கு இருக்கும் போது லோக் ரிலீஸ் பண்ணி அடிக்கிற பயப்படல. നമ്മുടെ മനസ്സെത്തണം, വിചാരിക്കുന്ന സ്ഥലത്ത് ശരീരം എത്തണം.